സമൂഹ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളുമൊക്കെ തന്നെ വിദേശ മാധ്യമങ്ങളുമൊക്കെ തന്നെ പങ്കുവച്ചൊരു വാർത്തയായിരുന്നു ഇന്ത്യ അമേരിക്കയ്ക്ക് വേണ്ടി താവളമൊരുക്കി ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങൾക്കും ഒത്താശ ചെയ്തു എന്നുള്ളത്. ഏറെ വിവാദമായി മാറിയത് മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. ഇന്ത്യൻ മണ്ണ് ഒരു സൈനിക നീക്കത്തിനായി മറ്റൊരു രാജ്യത്തിന്റെ സൈനിക നീക്കത്തിന് മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വിട്ടു നൽകുമോ? ശരിക്കും ഈ പ്രചാരണത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ഇത് അന്വേഷിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇതിന്റെ വ്യക്തമായ ഉത്തരം വിദേശകാര്യ മന്ത്രാലയം തന്നെ പുറത്തുവിടുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ അതിഥിയായി എത്തിയ ഒരു കപ്പലിനെ, ഇറാനിയൻ കപ്പലിനെ അമേരിക്ക തകർത്തിരിക്കുന്നു. അതും ലോകമഹായുദ്ധത്തിന് ശേഷം ആണവ അന്തർവാഹിനിയിലൂടെ ഉപയോഗിച്ച ടോർപിഡോ മിസൈലിലൂടെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ ഏറ്റവും നിർണായകമാക്കി മാറ്റുന്നത്. അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന ഐറിസ് ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ അത് ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായിരുന്നു. അതിഥിയാണെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ആതിഥേയത്വം സ്വീകരിച്ച് തിരികെ പോയി ഏറെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരണം കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നുണ്ട്. അതായത് ഫെബ്രുവരി 28-ന് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ആ കപ്പൽ ഇന്ത്യയുടെ ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൂടാതെ ഇന്ത്യയുടെ സമുദ്ര മേഖലയിലുമായിരുന്നില്ല ആ കപ്പൽ. ഇന്ത്യൻ അധികൃതർ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുന്നു. അതിനൊക്കെ അടിവരയിട്ടുകൊണ്ട് വ്യക്തത വിദേശകാര്യ മന്ത്രാലയവും പുറത്തുവിടുന്നു. ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 25 വരെ ഐറിസ് ദേന ഇന്ത്യയുടെ അതിഥിയായിരുന്നു, സംശയമില്ല. വിശാഖപട്ടണത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ ഐറിസ് ദേന പങ്കെടുത്ത് തിരികെ പോയി. ഫെബ്രുവരി 28-നാണ് ഇറാനെതിരായിട്ടുള്ള അമേരിക്ക-ഇസ്രയേൽ ആക്രമണം ഉണ്ടായത്. ഫെബ്രുവരി 25 വെള്ളിയാഴ്ച പുറപ്പെട്ടതിന് ശേഷം ആ കപ്പൽ ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് പുറത്തായിരുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വം സ്വീകരിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇന്ത്യയുടെ സംരക്ഷണ കവചത്തിലായിരുന്നില്ല ആ കപ്പൽ. കപ്പൽ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലായിരുന്നുവെന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ പറഞ്ഞതനുസരിച്ച് ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി എത്തിയ കപ്പലിനെ മുന്നറിയിപ്പില്ലാതെ അമേരിക്ക ആക്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരുന്നു. അങ്ങനെയുള്ള വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ടത്. എന്നാൽ ആ വിമർശനങ്ങളോടൊക്കെ തന്നെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യക്തമായ ഉത്തരം നൽകുകയാണ്. ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 25 വരെ മാത്രമേ ആ കപ്പലോ അതിലെ ജീവനക്കാരോ സൈനികരോ ഇന്ത്യയുടെ അതിഥികളായിട്ടുള്ളൂ. തിരികെ പോയി മറ്റൊരു സമുദ്ര മേഖലയിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും ഒരാപത്തുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഉറപ്പായും സംരക്ഷണവും സുരക്ഷിത കവചവും ഒരുക്കി ഇന്ത്യ കൂടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ സമയം വരെ 28 മുതൽ മാർച്ച് 4 വരെയുള്ള സമയത്തിൽ ഇതിനിടയിൽ ഒന്നും തന്നെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര മേഖലയിൽ വെച്ചാണ് ഐറിസ് ദേനയെ വിർജീനിയ ക്ലാസ് SSN ആക്രമിച്ചത്. 87 നാവികർ അതിൽ മരണപ്പെട്ടെന്നും 32 പേരെ രക്ഷപ്പെടുത്തി ഗലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നുമാണ് ശ്രീലങ്കൻ അധികൃതർ പറയുന്നത്. എന്നാൽ 100-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇതോടൊപ്പം തന്നെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ ഇന്ത്യയും ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നു, ഇന്ത്യ അമേരിക്കയ്ക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിൽ ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി അമേരിക്ക ഇന്ത്യൻ നാവിക താവളങ്ങളും തുറമുഖങ്ങളും ഉപയോഗിക്കുന്നുവെന്ന ചില വാർത്തകളായിരുന്നു പ്രചരിച്ചത്. ഇതിനെയൊക്കെ പാടെ തള്ളിക്കളയുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇത്തരത്തിലുള്ള ഒരു സംഭവവും ഇതുവരെ നടന്നിട്ടില്ല. അത്തരം അവകാശവാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും വ്യാജ വാർത്തയുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാന്വേഷണ വിഭാഗം വഴിയാണ് ഈ പ്രചാരണങ്ങളെ നിഷേധിച്ചുകൊണ്ട് അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവന്നത്. തെറ്റായ വിവരങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യൻ പൗരന്മാർ വിശ്വസിക്കരുത്. വിദേശ ജനതയും അത് മനസ്സിലാക്കുക. ഇത്തരം കെട്ടിച്ചമച്ച പ്രസ്താവനകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാന്വേഷണ വിഭാഗം, ഫാക്ട് ചെക്ക് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് അമേരിക്കയിലെ ഒരു ആർമി കേണൽ തന്നെയാണ് കാരണം. മുൻ അമേരിക്കൻ ആർമി കേണൽ ഡഗ്ലസ് മാക്ഗ്രഗറാണ് ഒരു ചാനലിന് അഭിമുഖം കൊടുത്ത് ഇതിനൊക്കെ തിരികൊളുത്തിയത്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും തുറമുഖ സംവിധാനങ്ങളും തകർക്കപ്പെട്ടതായും അതുകൊണ്ട് അമേരിക്കൻ നേവിക്ക് ഇന്ത്യൻ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. വൺ അമേരിക്ക ന്യൂസ് നെറ്റ്വർക്കിന് നൽകിയ ഈ അഭിമുഖം
ഇന്ത്യയുടെ വിദേശ നയത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അപകടം മണത്ത് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നിഷേധക്കുറിപ്പുമായി രംഗത്ത് വന്നത്. മാക്ഗ്രഗറുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയുന്നു എന്ന് കരുതി അതൊന്നും തന്നെ ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനായി ആരും ശ്രമിക്കേണ്ട എന്നുള്ളത് കൂടിയാണ് ഈ മുന്നറിയിപ്പ്. ഇറാന് നേരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഫണ്ട് ഉപയോഗിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല, അത് അനുവദിക്കുന്നുമില്ല. അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. പ്രസ്താവന ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഏറെ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ അത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെ തന്നെ ബാധിച്ചേക്കും. അതിസാരമായി തന്നെ അമേരിക്ക ഇന്ത്യൻ തുറമുഖങ്ങളും നാവിക താവളങ്ങളും ഉപയോഗിക്കാൻ ഒരു ഘട്ടത്തിലും അമേരിക്കയ്ക്ക് ഇന്ത്യ അനുമതി നൽകിയിട്ടില്ല. അത് കൃത്യമായി തന്നെ എടുത്തു പറയുന്നു. കാരണം അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ പല കോണുകളിലും ആർമി ബേസുകൾ ഉണ്ടെങ്കിൽ പോലും അതില്ലാത്ത ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ ഒന്ന് തന്നെയാണ്, മുൻപന്തിയിലുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. റഷ്യ, ചൈന, അതുപോലെ തന്നെ ഉത്തര കൊറിയ, അങ്ങനെ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്തത്, ഇത്തരത്തിൽ ആർമി ബേസുകളില്ലാത്തത്. ആ ഘട്ടത്തിൽ ഒരു കാരണവശാലും അമേരിക്കയെ സൈനികപരമായി ഇന്ത്യ അടുപ്പിക്കും എന്ന് കരുതേണ്ടതില്ല. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു, അതിരൂക്ഷമായി തന്നെ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലായിട്ടുള്ള ഐറിസ് ദേന മുങ്ങിയത്. ഈ സംഭവത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അതിശക്തമായ തിരിച്ചടി ഉറപ്പായും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുമെന്ന താക്കീതും ഇറാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോരുകയായിരുന്നു ഈ കപ്പൽ. ഇതിന് പിറകെയാണ് ഇറാനെതിരായ ആക്രമണങ്ങൾ കടുപ്പിക്കാൻ അമേരിക്കൻ നാവികസേന ഇന്ത്യയുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പ്രചാരണങ്ങൾ വന്നതും അതിനാക്കം കൂടിയതും. ഇന്ത്യൻ മഹാസമുദ്ര മേഖല ആയതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ പൂർണ്ണ അധീനതയിലാണെന്ന് ഒരുപക്ഷെ ചിലരൊക്കെ വിചാരിച്ച് കാണും. അന്തർദേശീയ സമുദ്ര മേഖലയിലൊന്നും ഇന്ത്യ കാര്യമായി ഇടപെടാറില്ല. അപകട സാധ്യതകൾ മണത്താൽ മാത്രമേ ഇന്ത്യ ഇടപെടാറുള്ളൂ, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുക.